Sonu Fabricationന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഭാഗത്ത് ഒരു വാർഡ്രോബിന്റെ വർക്കാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പഴയൊരു വാർഡ്രോബ് ഉണ്ട്. അപ്പോൾ അതിനെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പഴയതിൽ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് അതിൻ്റെ തട്ട് മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത് കുറച്ചും കൂടിയും വലുതാക്കിയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊരു 4 ഡോറായിട്ടാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടിയിൽ 2 ചെറിയ ഡോറും. അപ്പോൾ ഇത് തട്ടല്ല അടിക്കണത് F ചാനൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ വർക്ക് നമ്മൾ സൈറ്റിലാണ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഇത് കുറച്ച് ഫാസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ തട്ടെല്ലാം അടിച്ചു കഴിഞ്ഞ്, അപ്പോൾ ഇതിൻ്റെ പഴയ ഡോറ് നമ്മൾ ക്യാബിനിലാണ് പഴയ ഡോറ് ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത വർക്കല്ല, വേറെ ആരോ മുന്നേ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ അതിൽ പിയാനോ ഇഞ്ചസൊക്കെ വെച്ചിട്ട് ക്യാബിനിലാണ് ഡോറ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ പുതിയ മോഡലിലാണ് ഇപ്പോൾ വാർഡ്രോബ് സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഡോറ് കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ പഴയത് കാണാത്ത രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഇതിൽ 2 ഡ്രോയും കൂടിയും വരുന്നുണ്ട്. നമ്മളിവിടെ ഡോറ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡോറിൽ നമ്മൾ 4 ഹിഞ്ചസാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തട്ടടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സൈഡും ഫ്രണ്ടും ബാക്കും നമ്മൾ F ചാനൽ തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വാർഡ്രോബിൻ്റെ തട്ടടിക്കാനും അതുമാതിരി ഡോറിലും എല്ലാം നമ്മൾ ACP ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഷീറ്റ് റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ നമ്മളിതിൻ്റെ മുന്നേ 2-3-4 വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻഡ് സ്ക്രീനിലും ഐ ബട്ടണിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാത്തത്. ഇത് വേറൊരു കളർ കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഇനി നമ്മൾ ഹാൻഡിൽ വെച്ചെടുക്കുകയാണ്. ഇവിടെ 10 ഇഞ്ച് ഹാൻഡിലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ചെറിയൊരു മാഗ്നറ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വർക്ക് ഇവിടെ ഏകദേശം ഫിനിഷിംഗ് ആയി. പിന്നെ നമ്മൾക്ക് വർക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. ഈ വാർഡ്രോബിൻ്റെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മിററിന് താഴെയായിട്ട് തന്നെ ഒരു സ്റ്റാൻഡും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ഫാബ്രിക്കേഷൻ്റെ വർക്കുകൾ പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരുപാട് വർക്കുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ആ വർക്ക് പോയിട്ട് കാണാവുന്നതാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ഓരോ വർക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ വർക്കിനെ കുറിച്ച് വല്ല ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ വീട്ടിൽ തന്നെ നമ്മൾ നേരത്തെ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിയിലൊരു കബോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വർക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.
ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം വർക്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വർക്കുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.